കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് ക്ലാസ് നയിച്ചു. കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാൻഡ് അംബിഷൻസ് ഇൻ 2026 എന്ന പേരിലുള്ള പരിപാടിയുടെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. റിട്ടയർഡ് DGPയും പ്രഭാഷകനുമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ക്ലാസുകൾ നയിച്ചു. നമ്മുടെ എല്ലാ മക്കൾ വളർന്ന് വലിയ നിലയിലെത്തണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഘട്ടം ഘട്ടമായി നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ കുട്ടികൾ വളർന്ന് വലിയ നിലയിലെത്തണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചാൽ എപ്പോഴാണ് തുടങ്ങേണ്ടത്? ശാസ്ത്രം പറയുന്നു, ഗർഭത്തിൽ 90 ദിവസമാകുമ്പോൾ മുതലാണ് നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത്. കുട്ടികൾ വയറ്റിലിരുന്ന് പഠിക്കുമെന്ന് അഭിമന്യു ചക്രവ്യൂഹത്തിലിരുന്ന് ചക്രവ്യൂഹം വിളിക്കാൻ വയറ്റിലിരുന്ന് പഠിച്ചെന്നും അഷ്ടാവക്രൻ അച്ഛന്റെ മന്ത്രം തിരുത്തിയത് ഗർഭത്തിരുന്നും കാണുന്നു. പ്രഹ്ലാദൻ വയറ്റിലിരുന്നുകൊണ്ട് നാരായണനെന്ന് പറയാൻ പഠിച്ചുവെന്ന് പുരാണത്തിലെ കഥകളാണ്. ഇന്ന് ശാസ്ത്രം അത് ശരിയെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ ഒരു ഗവേഷണം നടന്നു. ഓരോ 100 ഗർഭിണികൾ കിടക്കുന്ന മുറിയിലെ ഒരേ പാട്ട് വെച്ചുകൊടുക്കുന്നു. ആ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ് സ്ത്രീ ഗർഭിണിയായിരുന്നപ്പോൾ മുറിയിൽ വെച്ച പാട്ട് ഓൺ ചെയ്താൽ കുട്ടി കരച്ചു നിർത്തും. വേറെ ഏത് പാട്ട് വെച്ചിട്ട് ഓൺ ചെയ്താൽ കുട്ടി കരച്ചു നിർത്തുകയില്ല. ഗർഭത്തിരുന്ന് കുട്ടികൾ പാട്ടുകൾ പഠിച്ചുവെന്ന് ശാസ്ത്രം തെളിയിച്ചു. ശാസ്ത്രജ്ഞന്മാർ ജീവചരിത്രം വായിച്ചുകൊണ്ട് ഗർഭകാലം കഴിഞ്ഞുകൊണ്ട് സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ നല്ല മാർക്കായി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്കൊക്കെ ഭയങ്കര മാർക്ക്. അവർ പിന്നീട് ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്ര അധ്യാപകരുമായി. വേറൊരു 100 ഗർഭിണികൾക്ക് യുദ്ധവീരന്മാർ ജീവചരിത്രം വായിക്കാൻ പറ്റും. നെപ്പോളിയൻ, ജൂലിയസ് സീസർ, ഫെർണാണ്ടോ ദ ഗ്രേറ്റിന്റെയൊക്കെ ജീവചരിത്രം വായിക്കാൻ പറ്റും. ആ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് പട്ടാളത്തിലെ പോലീസിൽ പോയി ചേർന്ന് അവർക്ക് ആർക്കോട് ഒരു പ്രത്യേക സ്നേഹമാണ്. പിന്നെ ഒരു 100 ഗർഭിണികൾക്ക് കത്തോലിക്ക സഭയിലെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കാൻ പറ്റും. ആ ജീവചരിത്രം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷം അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് തീർന്നുള്ളതാണ്. ആധുനിക വിദ്യാഭ്യാസവും സാമൂഹിക ജീവിത വിജയവും എന്ന പേരിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. ജെൻ ആൽഫ തലമുറയുടെ രക്ഷകർത്താക്കൾ അറിയാൻ എന്ന പേരിലാണ് രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. സ്കൂൾ PTA പ്രസിഡന്റ് ഫാദർ ജോർജ് പെരുമ്പട്ടത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്സസ് മായ KP സ്വാഗതം പറഞ്ഞു. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന് സ്കൂൾ മാനേജർ മായ ശ്രീകുമാർ ആദരവ് നൽകി. PTA വൈസ് പ്രസിഡന്റ് അൻഷാദ് നന്ദി പറഞ്ഞു. CT ന്യൂസ്, കായംകുളം.